സനാതന ധർമ്മം, എന്താണ് ഹിന്ദുത്വം, എന്താണ് ആർഷഭാരത സംസ്കാരം, ഇതെല്ലാം ഈ ഹിന്ദുക്കൾ മനസ്സിലാക്കുന്ന അഭിമാന ബോധത്തെ വീണ്ടെടുത്ത ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഞാനൊരു ഹിന്ദുവാണെന്ന് ഓരോ രോമകൂപങ്ങളിലും പ്രഖ്യാപിച്ച നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന ഹൈന്ദവൻ രാഷ്ട്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്ന അഭിമാനകരമായ ഹിന്ദു സ്ത്രീയായ ഒരു കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ഹിന്ദുവിനെയും ഹൈന്ദവ വീക്ഷണങ്ങളെയും ഇരുകൈകൾ നീട്ടി സ്വീകരിക്കുവാൻ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ ഭാരതത്തിനൊപ്പം സഞ്ചരിക്കുവാൻ കഴിയാതെ വിയർത്തു പോകുന്നു പലപ്പോഴും കേരളം. എന്തുകൊണ്ട്? ഏകാത്മ ഭാരതം എന്നാണ് ഇന്നത്തെ വിഷയം. എൻ്റെ രാഷ്ട്രം ഏകമാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് പരമേശ്വർജിയും EMS തമ്മിൽ ഒരു സംവാദം നടന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് EMS മുന്നോട്ട് വെച്ചു, ഇടതുപക്ഷ സൈദ്ധാന്തികനായ EMS പറഞ്ഞു, ഈ ഇന്ത്യ ഒരു രാജ്യമായത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം. അതിനു മുമ്പ് തമ്മിൽ തല്ലുന്ന നാട്ടുരാജ്യങ്ങളായ ഇന്ത്യയെ ഏകീകരിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ വന്നില്ലായിരുന്നു എങ്കിൽ ഈ രാജ്യം രാജ്യമാകില്ലായിരുന്നു എന്ന വാദമുഖം കമ്മ്യൂണിസ്റ്റ് ചിന്തകനും കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവിയും കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയുമായ EMS മുന്നോട്ട് വെച്ചപ്പോൾ സ്വർഗീയ പരമേശ്വർജി എഴുന്നേറ്റു. പരമേശ്വർജി പറഞ്ഞു, നാട്ടുരാജ്യങ്ങൾ തമ്മിലടിച്ചിട്ടുണ്ട്, അത് ഇന്നുമുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിനെ ചൊല്ലി കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കമുണ്ട്. കാവേരി നദിയെ ചൊല്ലി കർണാടകവും തമിഴ്നാടും തമ്മിൽ തർക്കമുണ്ട്. ആന്ധ്രാപ്രദേശ് വിഭജിക്കുവാൻ വേണ്ടി നൂറുകണക്കിന് മരണങ്ങൾ നടന്നു. അങ്ങനെയാണ് തെലുങ്കാന ഉണ്ടായത്. എല്ലാ കാലത്തും അധികാരത്തിനു വേണ്ടി നാട്ടുരാജാക്കന്മാർ തമ്മിലടിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ രാജാവും കൊച്ചി രാജാവും തമ്മിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ രാഷ്ട്രം എന്നും എക്കാലത്തും ഏകമാണ്. അധികാരത്തിനു വേണ്ടി രാജാക്കന്മാർ തമ്മിലടിച്ചപ്പോഴും അവർക്ക് കാശി ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അയോധ്യയും മധുരയും ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. കന്യാകുമാരി ദേവി തപസ് ചെയ്യുന്നത് കൈലാസനാഥനെയാണ്. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഈ ഭാരതത്തെ ഒന്നായി കാണുവാൻ കഴിയുന്നതാണ് ഈ മണ്ണിലെ ഓരോ രാജാവിന്റെയും സംസ്കാരം. അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രദേശത്തു നിന്നും എൻ്റെ നാട്ടിൽ നിന്നൊക്കെ ഒരു 50 വർഷം മുമ്പ് മരിക്കുവാൻ വേണ്ടി കാശിയിൽ പോയിരുന്നു. പ്രായമായാൽ ഇനി അവിടെ കിടന്ന് മരിക്കാം, സ്വർഗം കിട്ടുമല്ലോ, മോക്ഷം കിട്ടുമല്ലോ എന്നൊക്കെ വിശ്വസിച്ചവരായിരുന്നു നമ്മൾ. ഇന്നും ആ വിശ്വാസം പിന്തുടരുന്നു. മഹാകുംഭമേളയിൽ 45 കോടി യൂറോപ്യൻ ജനതയേക്കാൾ കൂടുതൽ ആളുകൾ ഒരു കുംഭമേളയിൽ പങ്കെടുക്കുവാൻ വേണ്ടി 144 വർഷങ്ങൾക്കിപ്പുറം നടന്ന ആ മഹാകുംഭമേളയുടെ ഭാഗമാകുന്നു. 3 വർഷം കൂടുമ്പോൾ സാധാരണ കുംഭമേള, 6 വർഷത്തിൽ അർദ്ധ കുംഭമേള, 12 വർഷം കൂടുമ്പോൾ പൂർണ്ണ കുംഭമേള, 144 വർഷത്തിൽ ഒരിക്കൽ മഹാകുംഭമേള. അതാണ് ഇപ്പം നടക്കുന്നത്. നമുക്ക് ആർക്കും ഇനി ഒരു മഹാകുംഭമേളയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. അല്ലെങ്കിൽ ആരെങ്കിലും 144 വർഷം കൂടി ഇനിയും ജീവിക്കുന്നവരായിരിക്കണം. ഇത്ര വർഷങ്ങൾക്കിടയിൽ മഹാകുംഭമേള നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി വരുന്നത് ഏകദേശം ഈ രാജ്യത്തിന്റെ 1/3 ജനസംഖ്യയാണ്. 45 കോടി ആളുകൾ വരുന്നു. എന്താണ് ത്രിവേണി സംഗമത്തിൽ മുങ്ങാൻ കാരണം? സരസ്വതി നദി 64,000 വർഷം മുമ്പ് വറ്റിപ്പോയതാണ് എന്ന് ആധുനിക ഭൂശാസ്ത്രകാരന്മാർ പറയുന്നു. എന്നാൽ നിങ്ങളുടെ ആറന്മുള ക്ഷേത്രത്തിലും ഗുരുവായൂരിലും കൈലാസത്തിലും അയോധ്യയിലും മധുരയിലും മായയിലും രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിന്റെ ശാന്തിക്കാരൻ ശ്രീകോവിലിനുള്ളിൽ കയറിയിട്ട് ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തെ കുളിപ്പിക്കുമ്പോൾ ഒരു മന്ത്രം ചൊല്ലാറുണ്ട്. ഗംഗൈ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി. സരസ്വതി 64,000 വർഷങ്ങൾക്ക് മുമ്പ് വറ്റിപ്പോയ നദി. കാവേരി എന്ന് പറയുന്ന കർണാടകയിലെ നദി ഗംഗോത്രിയിൽ നിന്നും ഉത്ഭവിച്ച് ഗംഗാസാഗരത്തിൽ വന്നു പതിക്കുന്ന 2500 കിലോമീറ്റർ നീളത്തിലൊഴുകുന്ന ഗംഗ എന്ന ഭാഗീരഥി. ഈ നദികളെല്ലാം ഒന്നിച്ച് എൻ്റെ കൈക്കുടന്നയിലെ കമണ്ഡലുവിലേക്ക് വരൂ, ഞാൻ എൻ്റെ ദേവനെ ദേവിയെ ഈ തീർത്ഥജലം കൊണ്ട് കുളിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഹിന്ദുക്കൾ. എന്നും എക്കാലത്തും ഈ രാഷ്ട്രമേകമാണ്. പിന്നെ നമ്മൾ രണ്ടാണെന്ന് പഠിപ്പിച്ചത് ആരാണ്? ഗ്രീക്കും റോമും ഈജിപ്തും മെസപ്പൊട്ടോമിയയും ബാബിലോണിയൻ സംസ്കാരങ്ങളെല്ലാം തന്നെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടു.
700 വർഷക്കാലത്തെ ഇസ്ലാമിക മതഭ്രാന്തിന്റെ പടയോട്ടത്തിൽ 40 ലക്ഷം ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു. 30,000-ൽ പരം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. അയോധ്യയും കാശിയും മധുരയും അടക്കം 3000 ക്ഷേത്രങ്ങൾ പള്ളികളായി രൂപാന്തരപ്പെട്ടിട്ടും ഈ മണ്ണിനെ ഇസ്ലാമിക രാജ്യമാക്കുവാൻ ഗസ്നി, ഗോറി, ഗിൽജി, തുഗ്ലക്ക്, ബാബർ, ഹുമയൂൺ, ഷാജഹാൻ, ബഹദൂർ ഷാ രണ്ടാമൻ വരെയുള്ള 700 വർഷക്കാലത്തെ ഇസ്ലാമിക മതഭ്രാന്തിന്റെ പടയോട്ടത്തിൽ കഴിഞ്ഞില്ല. 1526-ൽ തകർത്തു കളഞ്ഞതായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം. 28-ൽ ബാബർ. എന്നിട്ടും ഈ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കുവാൻ കഴിഞ്ഞില്ല. ഡച്ചുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു, തുർക്കികൾ വന്നു, അറബികൾ വന്നു. 947 ഓഗസ്റ്റ് 15-ാം തീയതി ഭാരതമാതാവിന്റെ 1/3 ഭാഗം മതത്തിന്റെ പേരിൽ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര രാജ്യത്തെ സൃഷ്ടിച്ചതിനു ശേഷം സായിപ്പി മണ്ണ് വിട്ടു പോകുന്നത് വരെ BC 326-ൽ മാസിഡോണിയയിൽ നിന്നും അലക്സാണ്ടറിൽ തുടങ്ങി യവനന്മാരും ശാകന്മാരും ഹൂണന്മാരും കുശാനന്മാരും ഇന്ന് കാണുന്ന ഇസ്ലാമിക രാജാക്കന്മാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും അറബികളും എന്തിനേറെ ബ്രിട്ടീഷുകാർ വരെ 2300 വർഷക്കാലം നിരന്തരമായി നമ്മുടെ മണ്ണിനെ ആക്രമിച്ചിട്ടും ഈ സംസ്കാരം തകർന്നു പോയില്ല. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ യാത്ര ചെയ്താൽ ജയ് റാം പറഞ്ഞാൽ സീതാറാം എന്ന് മറുപടി കിട്ടും. നമസ്തേ എന്ന് പറഞ്ഞാൽ നമസ്കാരം എന്ന് മറുപടി ഇങ്ങോട്ട് കിട്ടും. നമ്മൾ ഇവിടെയുള്ള മലയാളി കാശ്മീരിൽ ചെന്നിട്ട് ഉച്ചക്ക് സാമ്പാർ കൂട്ടിയാണോ ഭക്ഷണം കഴിച്ചതെന്ന് ചോദിച്ചാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ അവരോട് ജയ് റാം പറഞ്ഞു നോക്കൂ, സീതാറാം എന്ന് മറുപടി കിട്ടും. രസകരമായ ഒരു കഥയുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നത്. ആ കഥയുടെ പേര് ഇതാണ്: ദൈവവും പണിക്കാരും. ദൈവവും പണിക്കാരും. ദൈവം ഭൂമി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പൊ പണിക്കാരുടെ യോഗം വിളിച്ചു. പണിക്കാരെങ്ങനെ മുന്നിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. പണിക്കാരോട് ദൈവം ചോദിച്ചു, ഭൂമിയിൽ എന്തൊക്കെ വേണം? അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഭൂമിയിൽ മരുഭൂമി വേണം. ആ മരുഭൂമി വെക്കേണ്ടത് എവിടെയാണ്? അപ്പൊ പശ്ചിമേഷ്യ കാണിച്ചു കൊടുത്തു, ഇന്നത്തെ ഗൾഫ് രാജ്യം കാണിച്ചു കൊടുത്തു, ഇവിടെയാണ് മരുഭൂമി വേണ്ടതെന്ന് പറഞ്ഞു. ഭൂമിയിൽ മഞ്ഞ് വേണം, എവിടെ വെക്കണം? ഇന്ന് കാണുന്ന യൂറോപ്പ് രാജ്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെയാണ് മഞ്ഞ് പ്രതിഷ്ഠിക്കേണ്ടത്. കാടുകൾ വേണം, എവിടെയാണ് കൂടുതൽ കാടുകൾ വേണ്ടത്? ആഫ്രിക്കൻ ഭൂഖണ്ഡം കാണിച്ചു കൊടുത്തു. അങ്ങനെ വൈവിധ്യങ്ങളാൽ ഭൂമി ഇങ്ങനെ നിറഞ്ഞപ്പോൾ ദൈവം ചോദിച്ചു, ഇതെല്ലാം ഉള്ളൊരു നാട് വേണ്ടേ? മഞ്ഞും മലയും മരുഭൂമിയും നദികളും എല്ലാം ഉള്ളൊരു നാട് വേണ്ടേ? അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഒരു നാടാണ് നമ്മുടെ ഭാരതം. ഇവിടെ മരുഭൂമിയുണ്ട്, ഇവിടെ മഞ്ഞുണ്ട്, ഇവിടെ നദികളുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. 3 ഭാഗത്ത് സാഗരമുണ്ട്, വടക്കു ഭാഗത്ത് ഹിമവാൻ കോട്ടയായിട്ടുണ്ട്. എല്ലാം കൊണ്ടും പ്രകൃതി തന്നെ സംരക്ഷിച്ച് അതിമനോഹരമായി ഈ ഭൂമി കണ്ടപ്പോൾ ഒരു പണിക്കാരൻ ചോദിച്ചു, ഇവന്മാർക്ക് വലിയ അഹങ്കാരാവില്ലേ? ലോകത്തിലുള്ളതെല്ലാം ഒന്നിച്ചു കൊടുത്താൽ ഇവർക്ക് വലിയ അഹങ്കാരം ഉണ്ടാവില്ലേ? അപ്പോൾ ദൈവം പറഞ്ഞു, അതിന് ഞാനൊരു വിദ്യ എടുക്കുന്നുണ്ട്. ഇവരിൽ ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാവില്ല. മലയാളി പറയുന്നത് ആന്ധ്രക്കാരന് മനസ്സിലാവില്ല, ആന്ധ്രക്കാരൻ പറയുന്നത് തെലുങ്കാരന് മനസ്സിലാവില്ല, തെലുങ്കാരൻ പറയുന്നത് കന്നഡക്കാരന് മനസ്സിലാവില്ല, ഇവൻ പറയുന്നത് ഒന്നും ഗുജറാത്തിക്ക് മനസ്സിലാവില്ല. അപ്പോൾ മറ്റൊരു പണിക്കാരൻ പറഞ്ഞു, അങ്ങനെ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയാത്ത രീതിയിൽ ഇവരോട് ഈ ക്രൂരത ചെയ്യാൻ പാടുണ്ടോ ദൈവമേ എന്ന്. അപ്പോൾ ദൈവം പറഞ്ഞു, ഇവരെല്ലാം ഏകീകരിക്കുവാൻ വേണ്ടി ഒരേ ഒരു മണ്ണിൽ ഞാൻ തന്നെ യുഗയുഗങ്ങളായിട്ട് അവതരിക്കും. ആ മണ്ണിന്റെ പേരാണ് ഈ പവിത്രമായ ഭാരതം. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോ ഇതി വാമന രാമോ രാമരാമശ്ച കൃഷ്ണ കൽക്കി ഇതി ദശ. ഭഗവാൻ ശ്രീനാരായണൻ മഹാവിഷ്ണു 10 രൂപങ്ങളിൽ അവതരിച്ച മണ്ണ്. 10ാമത്തേത് വന്നിട്ടില്ല, അത് കലിയുഗം. ഇത് 5126-ാമത്തെ വർഷമായിട്ടുള്ളൂ. കലിയുഗം 4,24,000 വർഷമാണ്. ഇതിലെവിടെയോ കൽക്കി സംഭവിക്കും, ഭഗവാൻ വരും. നമ്മൾ വെയിറ്റ് ചെയ്യണ്ട, കാരണം കൽക്കി അവതരിക്കുന്നത് എങ്ങനെയെന്നും കൂടി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ത്രേതായ മന്ത്രശക്തിശ്ച ജ്ഞാനശക്തി കൃതേ യുഗേ ദ്വാപരേ യുദ്ധശക്തിശ്ച സംഘേ ശക്തി കലോ യുഗേ. ഇത് കലിയുഗമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സമാധിക്കു ശേഷം 5126 വർഷങ്ങൾ പിന്നിടുന്ന ഈ കലിയുഗത്തിൽ ഹിന്ദു ഭാരതം സംഘടനാ ശക്തി കൊണ്ടാണ് ധർമ്മത്തെ സംരക്ഷിക്കുക. അതായത് കൽക്കി വരും എന്ന് വെയിറ്റ് ചെയ്യരുത് എന്ന് ആചാര്യന്മാർ നമ്മളോട് പറയുന്നു. ആ ശക്തിയുടെ വലിയൊരു സഞ്ചയമാണിത്. ഈ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് കഴിഞ്ഞ 113 വർഷങ്ങളായി നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇത് ദൈവം നേരിട്ട് വന്ന് നടത്തുന്നതല്ല. നമ്മുടെ ശബരിമലയിൽ വിഷയമുണ്ടായി. ദഹന ഫാത്തിമമാരും ബിന്ദു അമ്മിണിമാരും കനകദുർഗമാരും
നമ്മുടെ പവിത്രമായ മണ്ണിനെ നശിപ്പിക്കുവാൻ പരിശ്രമിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ പറഞ്ഞു, നിങ്ങളുടെ അയ്യപ്പന് കുറെ പുലിയുണ്ടല്ലോ, ഒരു പുലിയെ വിടൂ, രഹന ഫാത്തിമയെ പിടിക്കട്ടെ പുലി എന്നൊക്കെ പറഞ്ഞു. അയ്യപ്പന്റെ കയ്യിൽ പുലിയുണ്ട്, അയ്യപ്പന് ശക്തിയുമുണ്ട്. പക്ഷെ അയ്യപ്പൻ പ്രവർത്തിക്കുന്നത് പുലിയിലൂടെയല്ല. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധിശക്തി, പരാക്രമവും ഷഡേതേ പ്രവർത്തന്തേ ദൈവം തത്ര പ്രകാശയേ. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം, ഈ 6 ഗുണങ്ങൾ ആരിലൂടെ പ്രകാശിക്കുന്നുവോ അവരിലൂടെയാണ് ഞാൻ പ്രകാശിക്കുക. അല്ലാതെ അയ്യപ്പൻ പുലിയുമായിട്ട് വരില്ല. നമ്മുടെ അയ്യപ്പന്റെ തിരുസന്നിധിയെ സംരക്ഷിക്കുവാനുള്ള ദൗത്യം നമ്മുടേതാണ്. കാരണം പരിശ്രമിച്ചീടുകൾ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘമാം കരങ്ങളെ നൽകിയല്ലോ മനുഷ്യനെ പാരിലേക്ക് അയച്ച ദീശൻ. ഇത്രയും നീളമുള്ള കൈയും 2 കണ്ണും കാലും മൂക്കും ചെവിയും എല്ലാം നൽകിയിട്ടും വീണ്ടും ഭഗവാൻ വരണമോ? ഇതിനെ സംരക്ഷിക്കുവാൻ നമുക്കാവില്ലേ? അതുകൊണ്ടാണ് 33 കോടി ദൈവങ്ങൾക്ക് നേരെ നോക്കുവാൻ ഹിന്ദുവിനോട് പറയുന്നത്, ഒരു കൈയിൽ താമരയുണ്ടെങ്കിൽ, ഒരു കൈയിൽ ശംഖുണ്ടെങ്കിൽ മറുകൈയിൽ വാളുണ്ട്, ഗദയുണ്ട്, കുന്തമുണ്ട്, ചക്രമുണ്ട്. സത്യത്തിന്റെ, ധർമ്മത്തിന്റെ സംരക്ഷണത്തിൽ 2 കാര്യങ്ങൾ ഒരുപോലെ പ്രയോഗിക്കണം. ഒന്ന് സത്യം, മറ്റൊന്ന് ശക്തി.